ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. 3 to 1 എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക കൊണ്ടുള്ള ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആദ്യം പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കോൺഫ്ലോർ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ടകളില്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കത്തിച്ചിട്ടുണ്ട്. ഇനി പാലൊന്ന് ചൂടായി വരണം. പാല് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ട് നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് വേണം അതിൽ ചേർക്കാൻ. ഇത് കുറുകി വരുന്നവരെ നമുക്കൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. നമുക്ക് ചക്ക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നല്ല പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാൻ നല്ലപോലെ അടിച്ചെടുക്കണം. തരികളില്ലാതെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലിനെ മിക്സ് ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വീണ്ടും അടിച്ചെടുക്കണം. 2 മണിക്കൂറായി. നമുക്കിനി അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി അടിക്കാം. ഇതുപോലെ നന്നായി അടിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ആ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് കപ്പലണ്ടി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.